ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് 11-ാം അധ്യായം 25-26 തിരുവചനങ്ങളാണ്. പുനരുത്ഥാനവും ജീവനുമായ മിശിഹായിൽ വിശ്വസിക്കുന്നുവോ? നമുക്ക് നോക്കിയാലോ. ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം മനുഷ്യർക്ക് പുനരുത്ഥാനവും ജീവനും നൽകുന്ന ഈശോയുടെ അടയാളമാണ്. തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ടാണ് ഈശോ മനുഷ്യർക്ക് ജീവനും പുനരുത്ഥാനവുമായി തീർന്നത്. ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരുന്നു എന്നാണ് പറഞ്ഞുവിട്ടത്. ഇത് അർത്ഥവത്താണ്. ഇവിടെ ലാസർ ഓരോ വിശ്വാസിയെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ വിശ്വാസിയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ രണ്ടുപേരെയും ഒരു സ്നേഹിതനെ പോലെ ആശ്വസിപ്പിക്കുന്നു. അവരുടെ വേദനയിൽ ആത്മാർത്ഥമായി പങ്കുചേർന്ന് കരയുന്നു. അവർക്ക് പ്രത്യാശ നൽകുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവസാനമായി ലാസറിനെ ഉയർപ്പിച്ച് അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നു. മർത്തായുമായുള്ള സംഭാഷണത്തിൽ ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം ഈശോ വിശദീകരിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഈശോയുടെ വ്യക്തമായ പ്രബോധനമാണ് ഇത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശ്വാസമാണ് ഈ നിത്യജീവൻ നേടിത്തരുന്നത്. ഈശോയുടെ ചോദ്യത്തിന് മറുപടിയായി മർത്ത അവളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ഉത്ഥാന ജീവിതത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭൗമിക കാര്യങ്ങളിലല്ല, ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്നാണ് ഈശോ മിശിഹ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനവും ജീവനുമായ മിശിഹായിൽ നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. ആ വിശ്വാസമാണ് നമ്മുടെ പ്രതീക്ഷയെ വളർത്തുന്നത്. പുനരുത്ഥാനവും ജീവനുമായ മിശിഹായിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ള വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.